നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പിന്നെ സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, പറഞ്ഞുതരാം കേട്ടോ. അപ്പം ചിലർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു. അലോവേര തേച്ചിട്ട് കഴുകിക്കളയണമെന്ന്. അലോവേര തേച്ചിട്ട് കഴുകിക്കളയണമെന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെയുള്ള വേണ്ടവർ, അതായത് ഈ അലർജി പിന്നെ നീർപ്പിടുത്തമൊക്കെ ഉണ്ടാവുമല്ലോ, തണുപ്പ് പറ്റാത്തവരുണ്ടാവും. അവർക്കാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴുകിക്കളയാം. ഇങ്ങനെ ഈ തണുപ്പൊന്നും പ്രശ്നമില്ലാത്തവർക്ക്, നീർപ്പിടുത്തമൊന്നും ഇല്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തന്ന പോലെ അലോവേര തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അലോവേര തേച്ച് കഴിയുമ്പോൾ ഇതിലും മുടിയിലും തലോട്ടിലൊക്കെ ജെല്ല് പിടിച്ചിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഇത് വിടുത്തണം. കാരണം ഇത് മുടിയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുമല്ലോ ജെല്ലാവുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത് വിടുത്തിയിട്ട് വേണം, വൈകുന്നേരം വിടുത്തിയിട്ട് വേണം കെട്ടിവയ്ക്കാൻ. നമ്മളിത് വിടുത്താതിരിക്കുവാണെങ്കിൽ ഈ ജെല്ല് മുടിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കും. പിറ്റേ ദിവസം നമുക്കത് വേർപെടുത്താൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ അലോവേര തേച്ചിട്ട് കഴുകാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്, നിങ്ങൾ കഴുകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ മുടി വിടുത്തിയിട്ട് വേണം കേട്ടോ കിടക്കാൻ. കാരണം ഇതാണ്, ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ, അതുകൊണ്ടിട്ടാണ്. പിന്നെ നീലാമരി അലർജി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് പേര് പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ മറ്റേ പലതരത്തിലാണല്ലോ നീലാമരി ഉള്ളത്. അത് ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് നീലാമരിയുടെ പൊടി, ഇൻഡിഗോ പൗഡർ. അപ്പോൾ അവരോട് ആമസോണിൽ നിന്ന് വേണി വാങ്ങിച്ച് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് അതിലൊരു കൂട്ടർ അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്, ചിലവർ ഇതുപോലെ ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ട് അലർജി ഉണ്ടെന്ന്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം മാറ്റി ഒന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. അതേപോലെ സാധാരണ മേടിക്കുന്നിടത്തു നിന്നല്ലാതെ ആമസോണിൽ നിന്ന് മേടിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ അവരങ്ങനെ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ട്, ചൊറിച്ചിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ പറയാൻ കാരണം. എല്ലാവർക്കും അങ്ങനെ അലർജി ഉണ്ടാവണമെന്നൊന്നും ഇല്ല കേട്ടോ. നീലാമരി 10 മിനിറ്റിക്കുള്ളിൽ വെക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു. അങ്ങനെയില്ല കേട്ടോ. ഇപ്പോൾ എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലെ പാക്കാണെങ്കിലും ചിലപ്പോൾ നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമായിരിക്കും തേക്കുന്നത്. അതുപോലെ തന്നെ നീലാമരി കേട്ടോ. ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചു തന്നല്ലോ പാക്ക് രണ്ടും, ഫസ്റ്റ് പാക്കും സെക്കൻഡ് പാക്കും കാണിച്ചു തന്നല്ലോ. ഫസ്റ്റ് പാക്ക് ചേട്ടൻ തേച്ചു, സെക്കൻഡ് പാക്ക് തേക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ അതാണിത്. അപ്പോൾ ഇത് പിന്നീടായിരിക്കും കേട്ടോ തേക്കുന്നത്. ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് തേക്കാറുണ്ട്. അതിന് യാതൊരു കുഴപ്പം നമുക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്നതെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം അനുഭവമാണ് കേട്ടോ. നമ്മൾ പരീക്ഷിച്ചിട്ടുള്ളതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പാക്കും ആണെങ്കിലും ഇങ്ങനത്തെ ഈ ജെല്ലുകൾ, കാര്യങ്ങൾ, എണ്ണകൾ, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് കേട്ടോ, അതുകൊണ്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇതുപോലെ സമയമില്ലാത്തവർ ഇങ്ങനെ കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തേക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ട് ഇതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു 7 വർഷത്തിൽ കൂടുതലായി ഈ പാക്കൊക്കെ തേക്കണം കേട്ടോ. നീലാമരിയും മുടി നരയ്ക്കാത്തവർക്കും ഇത് തേക്കാം കേട്ടോ. ഈ 2 പാക്കും നരയ്ക്കാത്തവർക്കും തേക്കാം, നരച്ചവർക്കും. ഇപ്പം ഹസ്ബൻഡാണെങ്കിൽ 2 വർഷമായി തേക്കുന്നു. അപ്പോൾ ഇതുപോലെ കൂട്ടിയൊക്കെ വെക്കാറുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അനുഭവം അങ്ങനെയാണ്, അതുകൊണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ആഴ്ചയിൽ 2 ദിവസം തല നനയ്ക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് വലിയ നീർപ്പിടുത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതായിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ഡെയിലി മുടി വിടുത്തണം കേട്ടോ. മുടി വിടുത്തി കെട്ടി വയ്ക്കണം. അല്ലെങ്കിൽ മുടി വിടുത്താതിരിക്കുമ്പോൾ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് മുടി തന്നെ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ താരൻ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ തല ഡെയിലി നനയ്ക്കാത്തവരാണെങ്കിലും ശരി, മുടി എന്നും വിടുത്തണം കേട്ടോ. വിടുത്തിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വല്ല ജെല്ലോ ഓയിലോ ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വർഷങ്ങളായിട്ട് മുടി കൊഴിച്ചിലുണ്ട് എന്ന് പറഞ്ഞു. അതിന് നമ്മളെ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് ഉലുവയുണ്ടല്ലോ, ഫെനുഗ്രീക്ക്.
അത് നമ്മളുടെ മുടിക്ക് എന്തോരം ആവശ്യമാണോ അത്രയും എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോ 3 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. 3 സ്പൂൺ ഉലുവ, 3 സ്പൂൺ ഉണ്ടാവും ഉലുവ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു വെക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ. അതായത് നമ്മുടെ തലമുടിക്ക് ആവശ്യമായിട്ട് എത്രയാണോ അത്രയും വെള്ളം ഒഴിച്ചു വെക്കുക. ഇത് ഞാൻ ജെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. നമുക്ക് ജെല്ല് ഉണ്ടാക്കണം ഇതിൽ നിന്ന്. അപ്പം നിങ്ങൾ ഇത് 2 ദിവസം കുതിർത്തി വെക്കണം കേട്ടോ. 2 ദിവസം കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ച് കഴിയുമ്പോൾ ഇത് ഉലുവ നല്ലോണം കുതിർന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജെല്ല് കിട്ടാൻ എളുപ്പമായിരിക്കും. നല്ല കൊഴാന്നുള്ള ജെല്ല് കിട്ടും കേട്ടോ. ഇതിൽ നിന്ന് 2 ദിവസം നിങ്ങൾ കുതിർത്തി വയ്ക്കുക. ശനിയാഴ്ച വെക്കുമ്പോൾ ശനിയും ഞായറും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വേണം എടുക്കാൻ കേട്ടോ. അങ്ങനെ 2 ദിവസം കുതിർത്തി വെച്ചിട്ട് വേണം നിങ്ങൾ കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കണം കേട്ടോ, പിഴിഞ്ഞ്. അപ്പം നമ്മൾ ഈ ഫെനുഗ്രീക്ക്, അതായത് ഈ ഉലുവ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അല്പം ആവണക്കെണ്ണ ചേർക്കണം കേട്ടോ. ആവണക്കെണ്ണ നമുക്ക് ഏകദേശം ഒരു 1/2 സ്പൂൺ കണക്കിന് ചേർക്കാം കേട്ടോ. 1/2 സ്പൂൺ കണക്കിന് ആവണക്കെണ്ണ ചേർക്കാം. ഞാനിതൊരു അടയാളമാണ്, എൻ്റെ അടയാളമാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അടപ്പിനാണ് കേട്ടോ എടുക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്കൊരു 5 ml കണക്കിലെടുക്കാം. 5 ml കണക്കിൽ ആവണക്കെണ്ണ ഇതിൽ കുതിർത്തി വയ്ക്കുക. ഈ ഉലുവയുടെ കൂടെ ആവണക്കെണ്ണ കുതിർത്തി വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പിഴിഞ്ഞെടുക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഈ ആവണക്കെണ്ണ ഈ ഉലുവയുടെ ജെല്ലിൽ പിടിച്ചിരിക്കും കേട്ടോ. അപ്പം നമ്മൾ തലയിൽ തേക്കുമ്പോൾ വർഷങ്ങളായിട്ട് മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. പോയിട്ടുള്ള മുടിയെല്ലാം നമുക്ക് തിരിച്ചു വരികയും ചെയ്യും ഈ ആവണക്കെണ്ണ ഉപയോഗിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ വേണമെങ്കിൽ 2 ദിവസം ഉപയോഗിക്കാം കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, മുടി വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ്, ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് മുടിയിൽ കേട്ടോ. അപ്പോൾ ഈ ആവണക്കെണ്ണ മുടി വളരാൻ ബെസ്റ്റാണ് ആവണക്കെണ്ണ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് നിങ്ങളൊന്ന് ഇളക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഇത് അരിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലോണം നല്ല കൊഴാന്ന് കിട്ടും ഈ 2 ദിവസം ഉലുവ കുതിർത്തി വെക്കുമ്പോൾ. അപ്പോൾ അത് തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല, മുടി കൊഴിച്ചിലൊക്കെ മാറും. ഒരുപാട് മുടി കൊഴിച്ചിലുള്ളവർ ആഴ്ചയിൽ 2 ദിവസം തേച്ചോളൂ കേട്ടോ. അപ്പോൾ മുടി വളരും ചെയ്യും, മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ മറ്റുള്ള പാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 ദിവസം തേച്ചാലും കുഴപ്പമില്ല. ആർക്ക് വേണമെങ്കിലും തേക്കാം കേട്ടോ. മുടി വളരും ചെയ്യും, ഇതുപോലെ കൊഴിഞ്ഞു പോക്ക് ഇല്ലാതെയാവും കേട്ടോ. നമുക്കതാണല്ലോ ആവശ്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സൈക്ലിംഗ് 3 സ്റ്റേജസ് ഉണ്ടല്ലോ, ഹെയർ ഗ്രോത്തിന് 3 സ്റ്റേജസ് ഉണ്ട്. കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ 3 സ്റ്റേജസിലും നമുക്ക് ഇതുപോലെ മുടി പോവുകയും ചെയ്യും അല്ലേ, മുടി വളരാതിരിക്കാം, മുടി ഒരുപാട് റാപ്പിഡ് ഗ്രോത്ത്, ഇങ്ങനെ 3 സ്റ്റേജസ് ആണല്ലോ. തിരിച്ച് ആദ്യത്തെ സ്റ്റേജിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരെ ഒട്ടും വിഷമിക്കണ്ട. ഇതുപോലെയുള്ള ഈ പാക്ക് ഞാൻ പറഞ്ഞ് അതിന് എന്തൊക്കെ പാക്ക് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാക്കുകളൊക്കെ നിങ്ങൾ മാറി മാറി ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഏത് സ്റ്റേജസിലാണെങ്കിലും നമ്മൾ ഈ ഉലുവ ഇതുപോലെ ജെല്ലാക്കി തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേജസിലാണെങ്കിലും നമുക്ക് പ്രയാസം ഉണ്ടാവില്ല, മുടി ധാരാളമായിട്ട് വളരും കേട്ടോ. റാപ്പിഡ് ഗ്രോത്തിൻ്റെ സമയത്താണെങ്കിലും അതെ കേട്ടോ. പിന്നെ ഫോളിക്കിൾസ് വികസിപ്പിക്കാനൊക്കെ നല്ല ബെസ്റ്റാണ്. സ്കാൽപ്പിന് തണുപ്പും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. ആവണക്കെണ്ണ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഉപയോഗിക്കുക, നല്ല റിസൾട്ടാണ് കേട്ടോ. ഈ പറഞ്ഞതെല്ലാം ഞാനിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 8ാം ക്ലാസ് മുതലേ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതാണ് ഓരോ ടിപ്സും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ വൈദ്യനായ മുത്തച്ഛൻ പറഞ്ഞു തന്ന മരുന്നാണ്. ഇതുപോലെ 5 കൂട്ടം മരുന്നിൻ്റെ എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഓരോ പാക്ക് ഇങ്ങനെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് മുടിക്ക് നല്ല ഭംഗിയിൽ മുടി കൊണ്ടു നടക്കാൻ
സാധിക്കും കേട്ടോ. എത്ര മുടി കൊഴിച്ചിലാണെങ്കിലും പോയ മുടി ഒരു ദിവസം 100, 120 മുടി വരെയും പോകും. ആരും വിഷമിക്കണ്ട സാധാരണ നിലയിൽ കേട്ടോ. അതിൽ കൂടുതലൊക്കെ പോയിട്ട് ഉള്ളവരാണെങ്കിൽ മാത്രം എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ മതി. അതിന് ഞാൻ പല റീസൺ പറഞ്ഞിട്ടുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാം, തൈറോയിഡ് ഉണ്ടാവാം, പിന്നെ പൈൽസ് ഉണ്ടാവാം, വെള്ളപ്പൊക്കം ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങളുള്ളവർക്ക് ഇതുപോലെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാം. 100, 120 മുടിയൊക്കെ പോയാലൊന്നും നമ്മൾ ടെൻഷൻ എടുക്കണ്ട കേട്ടോ, വിഷമിക്കണ്ട. എന്തായാലും മുടി വളരും. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെയുള്ള ടിപ്സും കാര്യങ്ങളും ഉപയോഗിക്കണം കേട്ടോ. ഇനി ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരും ചെയ്യും. നമ്മൾ ഈവനിങ് ടൈമിൽ മുടി വിടുത്തി കെട്ടി വെക്കുവാണെങ്കിൽ മുടി നീളവും വെക്കും കേട്ടോ. നമ്മൾ അലസമായിട്ട് ഇടരുത്. ഉറക്കത്തിൽ അവിടെ ഇവിടെയൊക്കെ തല്ലി മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മുടി എപ്പോഴും നമ്മൾ വിടുത്തിക്കൊണ്ടിരിക്കുക. വിടുത്തിയിട്ട് വേണം ചെയ്യാൻ. ഈറൻ മുടി നമ്മൾ വിടുത്തരുത് കേട്ടോ, ഈരരുത്, കോമ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇത് വളരെയധികം ഉപയോഗപ്രദമായ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പലർക്കും ഇതുപോലെ നല്ല നമ്മുടെ കസിൻസിനും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടെന്നാണ് അവർ വിളിച്ച് പറയാറ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാണ്. ഒരുപാട് ടിപ്സ് ഉണ്ട്. അതിൽ ഓരോ ടിപ്സാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ മാറി മാറി ഓരോ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഉപയോഗിക്കാം. അതിൽ നമുക്ക് ജെല്ല് വേണ്ട സമയത്ത് ജെല്ല് ഉപയോഗിക്കാം, ഓയിൽ വേണ്ടെടുത്ത് ഓയിൽ ഉപയോഗിക്കാം. ഇതുപോലെ ഈ പാക്കിൻ്റെ സമയത്ത് ഞാൻ അല്പം ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെപ്പറേറ്റ് തേക്കണം എന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നല്ലോണം എണ്ണ തേക്കുക. പുറത്ത് പോകുമ്പോൾ അധികം എണ്ണ തേക്കാതിരിക്കുക കേട്ടോ. പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഹെന്നയുടെ കാര്യം പറഞ്ഞു, അത് അപ്ലൈ ചെയ്യുന്നത് കാണിക്കണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഉടനെ തന്നെ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ആ ഹെന്ന എടുക്കുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, മറന്നിട്ടില്ല കേട്ടോ. തന്നെ കണ്ടോ, ഇതെല്ലാം ആവണക്കെണ്ണ ഉലുവയിൽ പിടിച്ചിരിക്കണ കണ്ടോ. അപ്പോൾ നിങ്ങൾ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കുതിർന്നിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ എസൻസ് ഇതിൽ പിടിച്ചിരിക്കും ഈ ജെല്ലിൽ കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ബെസ്റ്റ് റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാം. ആവണക്കെണ്ണ ഞാൻ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, കാസ്റ്ററിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, കോൾഡ് പ്രസ്ഡ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ആവണക്കെണ്ണ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കോൾഡ് പ്രസ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല റിസൾട്ടാണ്. കാരണം അത് ഹീറ്റ് കൊടുക്കാതെയാണ് സീഡ്സിൽ നിന്ന് ഈ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പം നല്ല റിസൾട്ടായിരിക്കും അതിന്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ആവണക്കെണ്ണ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ആവണക്കെണ്ണ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏത് വേണമെങ്കിലും കിട്ടും. നമുക്ക് ഏതാണോ കിട്ടുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മുടിയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏതെങ്കിലും പാക്കിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എല്ലാം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേനൽക്കാലത്തും അതുപോലെ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കേണ്ട ഓരോ തരത്തിലുള്ള പാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും വീഡിയോ കാണാം, ഉണ്ട് അതുപോലെ ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ടാണ്. വളരെയധികം എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. കൂടുതൽ പിന്നെ ചിലവാക്കിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആയുർവേദ ചെടികളും പൊടികളും ഉപയോഗിച്ച് ചെയ്യാവുന്ന പാക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾക്ക് ഇതുപോലെയുള്ള ഫെനുഗ്രീക്ക് കൊണ്ട് ഉലുവയൊക്കെ കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മുടിയുടെ തിക്നെസ്സിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു, അതിൻ്റെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പൊക്കോളൂ കേട്ടോ. മുടി കൊഴിഞ്ഞു പോണവരൊന്നും വിഷമിക്കണ്ട. അങ്ങനെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ. എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം മടിച്ച് നിൽക്കണ്ട. നിങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ. അതുപോലെ സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നീർപ്പിടുത്തുള്ളവരാണെങ്കിൽ രാസനാദിപ്പൊടി നിറയെ തിരുമ. അതുപോലെ ഞാൻ മറ്റേ മുരിങ്ങയുടെ പറഞ്ഞിട്ടുണ്ടല്ലോ, മുരിങ്ങ നീരിൽ മുരിങ്ങയുടെ ഇല എടുക്കുക, നീരെടുക്കുക, വെള്ളം ചേർത്ത് നീരെടുത്തിട്ട് ഒന്ന് ചൂടാക്കി അല്പം രാസനാദിപ്പൊടി ഇട്ടിട്ട് നിറയെ തിരുമ. നീർപ്പിടുത്തമൊക്കെ മാറിക്കിട്ടും കേട്ടോ. കൂടുതൽ നീർപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ മാറും കേട്ടോ. എന്തായാലും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ് കേട്ടോ.
എല്ലാവരും ഈ ചില ആൾക്കാർ കൂടുതൽ മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടി കോസ്റ്റ്ലി ആയിട്ടുള്ള എണ്ണകളൊക്കെ മേടിച്ച് തേക്കും, എന്നിട്ട് റിസൾട്ട് ഒന്നും കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മളെ വെള്ളം ധാരാളം കുടിക്കുക. കാരണം തല ചൂടാവുന്ന പോലെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം അതും ധാരാളം നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പോൾ ചൂട് കുറയാം, അകത്തേക്ക് വെള്ളം കുടിക്കുക, ശരീരം തണുപ്പിക്കുക, ബ്ലഡ് ചൂടാവാതെ നോക്കുക കേട്ടോ.